ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നയനയും ആദർശം കൂടി ചന്തുമോളെ പുറത്ത് കൊണ്ടുപോയി കളിപ്പാട്ടവും ഡ്രസ്സും എല്ലാം മേടിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് മുത്തശ്ശിയുടെ അടുത്ത് ചെല്ലുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, കളിപ്പാട്ട് മാത്രമേ മേടിച്ചുള്ളോ, ഉടുപ്പൊക്കെ മേടിച്ചോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് മോള് ഇന്ന് മുത്തശ്ശിക്ക് ഒരു ഉമ്മ പോലും തന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നയന ഒരു ചക്കര ഉമ്മ അങ്ങ് കൊടുക്കുക എന്ന് പറയും. അങ്ങനെ മുത്തശ്ശിക്ക് ഒരു ഉമ്മയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചന്തുമോള് ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു ജലജ. ജലജയ്ക്കാണെങ്കിൽ ഇതങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വരുന്ന നവിയോട് പറയുന്നുണ്ട്, നിന്റെ അനിയത്തി ആ പെൺകൊച്ചിനെ കൂട്ടിക്കൊണ്ട് പോയി ഡ്രസ്സും കളിപ്പാട്ടങ്ങളും എല്ലാം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വന്നപ്പോൾ നോക്കി അമ്മ ആ കൊച്ചിനെ ലാളിക്കുന്നത് കണ്ടോ? നിന്റെ കൊച്ചിനെ ആരെങ്കിലും എടുക്കാറുണ്ടോ? ആ തൊട്ടിലിൽ നിന്ന് ആരെങ്കിലും അതിനെ ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ലല്ലോ. പ്രാധാന്യം മൊത്തം ഈ കൊച്ചിനാണ്. നിന്റെ കൊച്ചിനെ എന്തെങ്കിലും അവൾ മേടിച്ചോന്ന് നോക്കിക്കേ എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് നയനയോട് ചോദിക്കുന്നുണ്ട്, അതെ, ആ കൊച്ചിന് മേടിക്കാനുള്ളതൊക്കെ മേടിച്ചു കൊടുത്തു. ഇവിടെ ഞങ്ങളുടെ ഒരു കൊച്ചുണ്ടേ, അതിനെന്തെങ്കിലും വാങ്ങിച്ചായിരുന്നോ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം നയന പറയുന്നുണ്ട്, മോൻ ഇഷ്ടം പോലെ കുട്ടിയുടുപ്പും ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ആവശ്യത്തിൽ കൂടുതലുണ്ട് എന്ന് പറയുമ്പോൾ നവ്യ പറയും, ആവശ്യത്തിൽ കൂടുതലൊന്നുമില്ല, ആവശ്യത്തിനേ ഉള്ളൂ എന്നിങ്ങനെ ദേഷ്യത്തോടെ പറയുക. അന്നേരം രണ്ടുപേരോടും ഇങ്ങനെ പരസ്പരം ഇങ്ങനെ മുഖത്തോട് നോക്കുക കേട്ടോ. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, കുഞ്ഞിന് ഡ്രസ്സിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കത് വരുത്തിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ, അതിൻ്റെ പേര് ഈ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറയുക. എന്നിട്ട് ആദർശ് ഇങ്ങോട്ട് പോകും. അന്നേരം നവ്യയ്ക്ക് അതാണ് തീരെ അങ്ങ് ഇഷ്ടമില്ല കേട്ടോ. ആദർശിന് അതിൻ്റെ ആ ഇഷ്ടക്കേട് മൊത്തം ആ സമയത്ത് നവ്യയുടെ മുഖത്തങ്ങ് കാണിക്കുന്നുണ്ട്. അന്നേരം ജലജ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണോ? കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കാര്യമല്ലേ? അതെങ്ങനെയാ? ഞങ്ങളുടെ കുഞ്ഞിന് ഇവിടെ ഒരു പ്രാധാന്യം ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നവ്യയോടായിട്ട് ഇങ്ങനെ പറയുവാം, നവ്യേ, നിനക്കിപ്പോൾ ഇവളോട് ഇത്തിരി സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം എന്ന് കരുതി അവൾ പറയുന്നതെല്ലാം കേട്ട് ഇവിടെ വഴക്കിന് വരണ്ട. അവളുടെ മനസ്സിൽ ഇപ്പോൾ കുടുംബത്തിൽ കലഹം ഉണ്ടാക്കുക എന്ന് തന്നെയാണെന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, അയ്യോ, ഞാൻ പറയുന്നതൊന്നും എൻ്റെ മരുമോൾ അനുസരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല, അത് ശരിയാണെങ്കിൽ മാത്രം കൂടെ നിന്നാൽ മതി എന്ന് പറയുക. അന്നേരം നയന പറയുന്നുണ്ട്, കൂടെ നിൽക്കുന്നതിനും സ്നേഹിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുട്ടികളെ തമ്മിൽ മത്സരിപ്പിക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നയന അങ്ങോട്ട് പോകുവാണേ. അത് കണ്ടിട്ടാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് നവ്യയ്ക്ക്. പിന്നെ കാണിക്കുന്നത് കനകയാണ്. കനക അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഗോവിന്ദനോട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. നയനെ ആദർശനെ പുറത്തു വെച്ച് കണ്ടു, വായി തോന്നിയതെല്ലാം ഞാൻ ആദർശനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം ഗോവിന്ദൻ ഇങ്ങനെ വിഷമത്തോടെ പറയാണ്, അയ്യോ, നമ്മളെ വിഷമിക്കേണ്ടല്ലോ എന്ന് കരുതിയായിരിക്കും നമ്മുടെ മോളിതെല്ലാം സഹിക്കുന്നത് അല്ലേ? അപ്പോൾ കനക പറയും, അറിയത്തില്ല, പക്ഷെ അവൾ എന്നെ ന്യായീകരണമാണെന്നറിയാമോ ആദർശനെ ചെയ്തെന്ന് എല്ലാം പറഞ്ഞ് ന്യായീകരിക്കും. അവളെ അത് കേട്ടപ്പോഴേ എനിക്ക് ദേഷ്യം വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അങ്ങോട്ട് ജലജ വരുന്നു. അപ്പോഴേക്കും കനക, ജലജെ, ഇതെന്ത് പറ്റി ഇങ്ങോട്ടേക്കൊക്കെ ഇറങ്ങാൻ? ഇരിക്കുക എന്നിങ്ങനെ പറയുമ്പോൾ, അയ്യോ, ഇരിക്കാനൊന്നും സമയമില്ല, ഞാൻ ഇതുവഴി ഒന്ന് പോയപ്പോൾ ഇങ്ങോട്ടൊന്ന് കയറിയെന്നേ ഉള്ളൂ, നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു, അതിനു വേണ്ടിയായിരുന്നു എന്ന് പറയും. എന്നിട്ട് ജലജ പറയുകയാണ്, ഞാൻ അനന്തപുരിയിലെ വളർത്തുപുത്രിയാണ്, അതുകൊണ്ട് തന്നെ ആദ്യം അതിൻ്റേതായ രീതിയിലുള്ള പ്രാധാന്യമൊക്കെ അവർ എനിക്ക് തരാറുള്ളൂ, പിന്നെ എൻ്റെ സ്വഭാവം മാത്രം ശരിയല്ല എന്ന് കൂട്ടിക്കോ. ഏതായാലും എൻ്റെ സ്വഭാവം മാറ്റാമെന്ന് ഞാൻ ഇനി തീരുമാനിച്ചിട്ടില്ല, അതുപോലെയല്ല നിങ്ങളുടെ മകളും കൊച്ചുമോനും. അനന്തപത്മനാഭൻ നിങ്ങളുടെ കൊച്ചുമോനല്ലേ? ആ കുട്ടിക്ക് ആ വീട്ടിൽ ഇപ്പോൾ യാതൊരു പ്രാധാന്യവും ഇല്ല, ഒരു പുറംപോക്കിൻ്റെ വില പോലും ആരും അതിന് കൊടുക്കുന്നില്ല. എല്ലാവരുടെയും മനസ്സിലുണ്ടല്ലോ ആ ചന്തുമോളാണ്. എല്ലാവരെയും സ്നേഹിക്കുകയും ലാളിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ കുട്ടിയാണ്. അതുകൊണ്ട് ഞാൻ പറയുവാണ്, ആ കുട്ടി ആ വീട്ടിൽ നിന്ന് മാറ്റിയിട്ടില്ല എങ്കിൽ എൻ്റെ കൊച്ചുമോനെ യാതൊരു പ്രാധാന്യവും കിട്ടാൻ പോകുന്നില്ല, എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ മകളെ ഒന്ന് ഉപദേശിക്കണം. ആദർശന് നയനയ്ക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണണം. എന്നിട്ട് നയനയ്ക്ക് ഒരു കുട്ടിയുടനെ തന്നെ ഉണ്ടാകണം, അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ കളിപ്പിച്ച് കാലം ഇങ്ങനെ കഴിയത്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നേരെ കനക പറയുന്നുണ്ട്, നയനയ്ക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് നയന ഇങ്ങനെ ആയിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുക. ഏതായാലും ജലജയെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ജലജ ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട് കേട്ടോ. ഏതായാലും ഞാൻ ഇറങ്ങുക, നിങ്ങളോട് ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് ജലജ അങ്ങോട്ട് പോകും. അപ്പോഴേക്കും കനക, ഞാനൊന്ന് നവ്യമോളെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുക. എന്നിട്ട് നവ്യയോട് ചോദിക്കുമ്പോൾ നവ്യ പറയും, പറഞ്ഞതൊക്കെ ഏകദേശം ശരിയാണ്, എൻ്റെ മോൻ ഇവിടെ വലിയ പ്രാധാന്യമൊന്നും തരുന്നില്ല, ആരും ഇങ്ങോട്ട് വന്ന് എടുക്കാറ് പോലുമില്ല, ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് നോക്കിയിട്ട് പോകും, അത്രേ ഉള്ളൂ. നയന അങ്ങനെ തന്നെയാണ്, അവൾക്ക് എപ്പോഴും ചന്തുമോളെ എന്നൊരു വിചാരമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറേ ഇങ്ങനെ പറയുക. നേരെ കനക ചോദിക്കുന്നുണ്ട്, നിനക്ക് അവളെ ഒന്ന് ഉപദേശിക്കാൻ മേലായിരുന്നോ? ആ കൊച്ചിനെ ഇങ്ങനെ സ്നേഹിക്കേണ്ട കാര്യമുണ്ട് അവൾക്ക്, സ്വന്തമായിട്ടൊരു കുഞ്ഞ് ഇതുവരെ ഉണ്ടായിട്ടില്ല, അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം കാണാൻ പറ എന്നൊക്കെ ഇങ്ങനെ പറയുക.
അന്നേരം നവ്യ പറയുന്നുണ്ട്, അതിന് അമ്മയുടെ മോളെ ഉപദേശിച്ചിട്ട് കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾ ചന്തുമോളെന്ന് പറഞ്ഞ് പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അമ്മ നോക്കിക്കോ, ആ കൊച്ചിൻ്റെ പേരിൽ ഇനി കുറേ കഴിയുമ്പോൾ അവൾ ഇരുന്ന് കരയുന്നത് നമുക്ക് എല്ലാവർക്കും കാണേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് നവ്യ ഫോൺ വെക്കുന്നുണ്ട്. ആകെ വിഷമമാകുകയാണ് കേട്ടോ കനകയ്ക്ക്. ഏതായാലും നവ്യയോടൊന്ന് ഉപദേശിക്കണേ എന്ന് കനക പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നയനെ കാണുമ്പോൾ നവ്യ ഉപദേശിക്കാനായിട്ട് ഇങ്ങനെ ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയും, നീ എന്തിനാ കൊച്ചിൻ്റെ പുറകെ ഇങ്ങനെ പൊക്കി പിടിച്ചിങ്ങനെ നടക്കുന്നത്? അത് നിൻ്റെ സ്വന്തം മോളൊന്നും അല്ലല്ലോ. ആദർശൻ ഏതോ ഒരു സ്ത്രീയിൽ ഏതോ ഒരു കാലത്തുണ്ടായതാണെന്ന് നിനക്കറിയാവുന്നതല്ലേ. അതുകൊണ്ട് തന്നെ ആ കുട്ടി ഇവിടുന്ന് മാറ്റണം. അതിന് ജീവിക്കാനുള്ള വക കൊടുത്താൽ പോരെ. അതിൻ്റെ അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ. അവിടെ അവരെ നോക്കാനായിട്ടൊരു വേലക്കാരിയുണ്ട്. പിന്നെന്താ കുഴപ്പം? ഈ കുട്ടിയെ കൂടെ അവിടെ കൊണ്ടുവിട്ടാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അന്നേരം നയന പറയുന്നുണ്ട്, ചേച്ചി എന്തിനാ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിങ്ങനെ ടെൻഷൻ ആകുന്നത്? ചേച്ചിക്ക് ചേച്ചിയുടെ മോൻ്റെ കാര്യം നോക്കി സമാധാനത്തോടെ ഇരുന്നാൽ പോരെ. ഞാൻ നോക്കിക്കോളാം ചന്തുമോളെ. കാര്യം അതോർത്ത് ചേച്ചി ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എടി നിനക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായില്ലേ? നിനക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ഈ കുഞ്ഞ് നിനക്കൊരു ഭാരമായിട്ട് തോന്നും. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ഇതെല്ലാം പറഞ്ഞു തരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ചന്തുമോളെ എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെ കാണും. എനിക്ക് അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ, അത് ജീവിതത്തിൽ വരുമ്പോഴേ നീ പഠിക്കുള്ളൂ എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിക്കും 2 ആൺമക്കളുള്ളപ്പോഴാണ് ജലജയെ അപ്പച്ചിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. എന്നിട്ടും എന്തെങ്കിലും തിരിച്ചു വ്യത്യാസം അവർ കാണിച്ചോ? ഇല്ലല്ലോ. അപ്പച്ചനെ വളർത്തില്ലേ, അതുപോലെ തന്നെ ഞാനും ചെയ്തോളാം എന്ന് പറയുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, ഓ നീ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ഇരിക്കുകയാണോ എന്ന്. ഏതായാലും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാകുന്ന നവ്യ പറയുന്നുണ്ട്, നോക്കിക്കോ, ഈ കുഞ്ഞിൻ്റെ പേരിൽ നീ കരയേണ്ടി വരും, യാതൊരു സംശയമില്ല, അത് ഞാൻ കാണിക്കുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയാണ്. അവരുടെ ട്രെയിനിങ് ക്യാമ്പിൽ ഒരു മല്ലനുണ്ടല്ലോ, സുരേഷ്. അവന് ആരെയെങ്കിലും ഉണ്ടല്ലോ ഒന്ന് ഇടിക്കണം. ക്യാമ്പിന് പുറത്താണെങ്കിൽ 2 അടിയൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കുന്നതായിരുന്നു. അതുകൊണ്ട് രസമുണ്ടായിരുന്നു. ക്യാമ്പിൻ്റെ അകത്തിതൊന്നും പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഇത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് വേണു വരുന്നത്, ട്രെയിനർ. അപ്പോൾ അങ്ങേര് പറയാണ്, നിനക്ക് ഇന്നൊരു ഫൈറ്റ് ചെയ്യാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് പറയും. എന്നിട്ട് നന്ദുവിനെ വിളിച്ചിട്ട് പറയും, ആണും പെണ്ണും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് ഞാൻ ഇന്ന് അറേഞ്ച് ചെയ്തേക്കുന്നത്. നിനക്ക് സമ്മതമല്ലേ? നിൻ്റെ എതിരാളി സുരേഷാണെന്ന് പറയാണ്. അന്നേരം നന്ദു ഇങ്ങനെ സംശയിച്ചപ്പോൾ, ഇതെൻ്റെ ഒരു ഓർഡറാണ്, അങ്ങ് ചെയ്തോണം എന്ന് പറയും. അന്നേരം ഇനി ഫൈറ്റ് നടക്കട്ടെ എന്ന് പറഞ്ഞ് തീരുന്നതിനപ്പുറം അവൻ നന്ദുവിൻ്റെ മുഖത്താണെങ്കിൽ ഒരെണ്ണം കൊടുക്കും. നന്ദു നേരെ വന്ന് വീഴുവാണ് കേട്ടോ താഴേക്ക്. പിന്നെ അവിടുന്ന് എഴുന്നേറ്റിട്ട് നന്ദു ആണെങ്കിൽ അവനെ തിരിച്ചടിക്കുന്നുണ്ട്. അവനെ പഞ്ഞിക്കിട്ടിട്ട് മാറി നിൽക്കും. അന്നേരം എല്ലാവരുടെയും ഇങ്ങനെ കൺഗ്രാറ്റുലേഷനൊക്കെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നന്ദുവിനോട് പറയുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അന്നേരം തുഷാര അവനോട് പറയുന്നുണ്ട്, ഇനി നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, എവിടെയെങ്കിലും പോയി റെസ്റ്റ് എടുക്കുന്നതാണ് നല്ലത് എന്നിങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ട്രെയിനർ ഇങ്ങനെ വേണുവിനിങ്ങനെ മനസ്സിലായി, അയാളെ തല്ലിയത് ഒരു പെണ്ണാണല്ലോ, അത് നന്ദു തന്നെയാണെന്ന് മനസ്സിലാവും കേട്ടോ. പിന്നെ കാണിക്കുന്നത് ചന്തുമോളെയാണ്. ചന്തുമോൾക്ക് കുറേ കളിപ്പാട്ടമൊക്കെ മേടിച്ചു കൊടുത്തായിരുന്നല്ലോ. അതിൽ ഒരെണ്ണം കൊണ്ട് നവ്യയുടെ കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് കളിപ്പിക്കാനായിട്ട് തുടങ്ങിയാണ്. അത് കണ്ടുകൊണ്ട് തന്നെ നവ്യ അത് ഇഷ്ടപ്പെടുന്നില്ല. മോളെ കുറേ ചീത്ത പറഞ്ഞിങ്ങനെ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറക്കി വിടും. നിന്നോട് ഈ റൂമിൽ കയറരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനാണ് കയറിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. മോള് വിഷമിച്ചങ്ങ് ഇറങ്ങി പോവുകയാണ്. അത് കഴിഞ്ഞ് നവ്യ കൊച്ചിനൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ വന്ന് നോക്കും. എന്നിട്ട് പറയും, മോൻ അവളോട് വലിയ കൂട്ടൊന്നും കൂടരുത് കേട്ടോ, വലുതാകുമ്പോൾ അവളത്ര നല്ലതൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം ആദർശാണെങ്കിൽ ലാപ്പിൽ എന്തോ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നയന ആദർശനാണെങ്കിൽ ചായ കൊണ്ട് കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മോളിങ്ങനെ കരഞ്ഞുകൊണ്ട് വരും. അന്നേരം എടുത്തിട്ട് മോളോട് ചോദിക്കും, എന്താ മോളെ, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നവ്യാൻ്റെ എന്നെ വഴക്ക് പറഞ്ഞു എന്ന് പറയും. അന്നേരം ആദർശ് ചോദിക്കും, നവ്യക്ക് ഇത് എന്തിൻ്റെ കേടാ എന്ന് ചോദിക്കുമ്പോൾ നയന മോളോട് ചോദിക്കുന്നുണ്ട്, മോൾ എന്തിനാ വഴക്ക് പറഞ്ഞത് എന്ന്. ഞാൻ കുഞ്ഞിനെ ഒന്ന് കളിപ്പിക്കാനായിട്ട് പോയി, അതിനാ എന്നെ വഴക്ക് പറഞ്ഞത് എന്ന് പറയുമ്പോൾ നയന ചോദിക്കുന്നുണ്ട് മോളോട്, അങ്ങോട്ട് പോകരുത് മോനെ, കളിപ്പിക്കാൻ അങ്ങോട്ട് പോകരുതെന്ന് എത്ര തവണ മോളോട് പറഞ്ഞിട്ടുള്ളതാ, മോൾ എന്തിനാ അങ്ങോട്ട് പോയെന്ന് ചോദിക്കും. അന്നേരം ആദർശ് ചോദിക്കും, അതെന്തിനാ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? കുട്ടികൾക്ക് കുട്ടികളോടാണ് ഇഷ്ടം കൂടുതൽ, അവരെ കളിപ്പിക്കാനൊക്കെ കൂടുതൽ ഇഷ്ടമായിരിക്കും, അതിനിങ്ങനെ വഴക്ക് പറയേണ്ട കാര്യമുണ്ടോ? ഇതിപ്പോൾ കുട്ടികളൊക്കെ കഷ്ടമാണല്ലോ, മുതിർന്നവരെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെയാ, എന്ത് ചെയ്യാനാ എന്ന്. ഇത് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് നയന ഇങ്ങോട്ട് പോകും. ആദർശ് മോളെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. മോൾക്ക് കളിപ്പാട്ടം മേടിച്ചുകൊണ്ട് തന്നത് മോൾക്ക് ഇരുന്ന് ഇങ്ങനെ കളിക്കാനായിട്ടാണ്, മോൾ അതുകൊണ്ട് മോൻ്റെ അടുത്തോട്ട് പോകണ്ട കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ഏതായാലും നയന നേരെ നവ്യയുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് നവ്യയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്തിനാ കൊച്ചിനെ വഴക്ക് പറഞ്ഞത്? അതൊരു കുഞ്ഞല്ലേ, വീടിൻ്റെ അകത്ത് അഭിപ്രായ വ്യത്യാസം കാണും മുതിർന്നവർ തമ്മിൽ, അതിനിടയ്ക്ക് കുട്ടികളെ വലിച്ചിടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്,
ഞാൻ പല തവണ പറഞ്ഞതാണ് ആ കുട്ടി എൻ്റെ റൂമിൽ കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന്, അതുകൊണ്ട് അതിനെ നീ തന്നെ പറഞ്ഞു നിർത്തിക്കോണം എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ഒരു കുടുംബമാകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കയറി നിൽക്കെ ഇരിക്കും എന്ന് പറയുമ്പോൾ അതെനിക്കിഷ്ടമല്ല. ആ ചന്തു എന്ന് പറഞ്ഞ ആ പെണ്ണ് എൻ്റെ കുഞ്ഞിനെ കളിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല, അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഞാൻ എൻ്റെ മുറി കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ വഴക്ക് പറയുമെന്ന് പറയുമ്പോൾ ചിലച്ച സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരും കേട്ടോ. അതുകൊണ്ട് തന്നെ ചിലച്ച പറയാണ്, ആ കുട്ടി നവിയുടെ റൂമിൽ ഇങ്ങനെ കയറുന്നത് എന്തിനാ, ഇഷ്ടമല്ലെങ്കിൽ നീ അതിനെ പറഞ്ഞു നിർത്തണം, അത് നിൻ്റെ കൊച്ചൊന്നും അല്ലല്ലോ, ആദർശിൻ്റെ ചാരസന്തതിയല്ലേ എന്നിങ്ങനെ ചോദിക്കും. നേരം നയന പറയുന്നുണ്ട്, സത്യം എന്താണെന്നൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ആ കുട്ടീനെ വിഷമിപ്പിക്കാൻ വേണ്ടി, ചന്തുമോളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരും ഇങ്ങനെ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ ചിലച്ച് പറയുന്നുണ്ട്, അങ്ങനെ നിൽക്കണ്ടെങ്കിൽ ആ കുട്ടീനെ പറഞ്ഞ് നീ നിർത്തിയേക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ പറഞ്ഞ് അനുസരിപ്പിക്കേണ്ടി വരും, അന്നേരം ചിലപ്പോൾ തല്ല് കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറയുക. അന്നേരം നയന പറയുന്നുണ്ട്, തല്ല് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ തല്ലുന്നവർ പിന്നീട് തറവാട്ടി കാണില്ല എന്ന് കൂടി അങ്ങ് ഓർത്തോണം എന്ന് പറയും. ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജലജൻ നവ്യം. ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.